ഞാനും ജോയും തമ്മിൽ സംസാരിച്ചു വരുന്നത് കണ്ടാലുടനെ കലാകേന്ദ്രത്തിലെ കുട്ടികൾക്ക് അറിയേണ്ടത് നാം തമ്മിലുള്ള റിലേഷൻ എന്താന്നാ. അത് നമ്മുടെ നാടിന്റെ ശാപമാണോ? ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചേണ്ട ആൾക്കാർക്ക് ഒരു അർത്ഥമേ ഉള്ളൂ. സ്കൂളിൽ ക്ലാസ് മുറി വെച്ച് തുടങ്ങിയ ചങ്ങാത്തോ നമ്മുടേത്. അതിനെ എന്ത് പേര് ചൊല്ലി വേണേലും വിളിച്ചോളാം ഞാൻ പറഞ്ഞു. എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? വീട്ടിൽ നിന്നാ ശരിയാവത്തില്ല. സീതയ്ക്കറിയാലോ അവിടുത്തെ സ്ഥിതി. പ്രായമാകുമ്പോഴെങ്കിലും അപ്പച്ചന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും കരുതി ആശ്വസിച്ചു. എന്ത് ഫലം? പാവം അമ്മച്ചിയുടെ കാര്യമാണ് കഷ്ടം. ജീവിതമാകുമ്പോ അങ്ങനെയൊക്കെയാ. ജോയി അതൊന്നും ഓർത്ത് കാര്യാക്കണ്ട. ഒക്കെ ശരിയാവുന്നേ. ഈ ആശ്വാസവാക്ക് കേൾക്കാനാ തരം കിട്ടുമ്പോഴൊക്കെ ഞാൻ തന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. കുറെ കൂടി കഴിയുമ്പോ കലാകേന്ദ്രം മണപ്പുറക്ക് ഉപേക്ഷിച്ച് സീത കല്യാണം കഴിച്ചങ്ങ് പോകും. പിന്നെ ആരാ ഒക്കെ ശരിയാവെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക? എന്നേക്കാൾ മുൻപ് ഇയാളുടെ കല്യാണം നടക്കും. കിളി പോലൊരു പെണ്ണിനെ പൊന്നുകൊണ്ട് മൂടി അപ്പച്ചൻ കൊണ്ട് തരും. പൊന്നും പൊടിയും കിളി പോലത്തെ പെണ്ണൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് മനസ്സിന് അല്പ അസ്വസ്ഥതയാണ്. ക്രിസ്മസ് ബമ്പർ ആയില്ലയോ? ലോട്ടറിയൊക്കെ എടുത്ത് കാശ് കളയാറാ. ഒരു ക്രിസ്മസ് ബമ്പർ അച്ചായനും കൂടെ കൊടുക്കും. എന്നിട്ട് രണ്ടിന്റെ കാശ് അദ്ദേഹത്തിന്റെ മേടിച്ചോ. വേണ്ട. ഇതാരാ വരുന്നേ നോക്കിയേ. പുതിയന്നൂർ കാരണവപ്പാട് അന്വേഷിച്ചു എന്നറിഞ്ഞു. വെറുതെ ഒന്ന് കാണാൻ. നാടുവാണിരുന്ന തമ്പ്രാക്കന്മാരിലെ അവസാനത്തെ കണ്ണിയല്ലേ. കാഴ്ച കാണുന്നത് പുണ്യമാന്നേ. അതെ. പക്ഷെ പണ്ടുള്ള തമ്പ്രാക്കന്മാരൊക്കെ പല്ലക്കയിലാ യാത്ര ചെയ്തിരുന്നേ. ഇപ്പോഴുള്ള തമ്പ്രാക്കന്മാർക്ക് പല്ലക്ക് പോയിട്ട് ഒരു പുല്ലക്ക് പോലും ഇല്ല. മോഹനപിള്ളേ, ആക്ഷേപിക്കരുത്. വാഴുന്നവരിപ്പൊ വീഴുന്നവരായി പോയില്ലേ. ആക്ഷേപിച്ചത് മതിയാവുമ്പോ പറയണം. പൊന്നുതമ്പുരാൻ പലിശ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നിട്ടില്ലേ? ഒപ്പേ? തന്റെ ഒപ്പിനിപ്പൊ കർക്കിടക പുല്ലിന്റെ വില പോലും ഇല്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ പുളിങ്കുരു പോലെ അങ്ങോട്ട് എണ്ണി തന്നത്. ഒന്നും മറന്നിട്ടില്ലേ? മറന്നാ വിവരം അറിയും. എനിക്ക് അല്പം കൂടി സാവകാശം തരണം. സാവകാശം തന്നിട്ട് എവിടെ എടുത്തു തരാനാ? ഇതുപോലെ ബമ്പർ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടാവും. കുമ്പർ എടുത്തു വെച്ചിട്ടുണ്ടാവും. പണം കടം വാങ്ങുമ്പോഴേ മടക്കി കൊടുക്കാനുള്ള വഴി കൂടെ കണ്ടുവെക്കണം. ചൂടാവാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കായ പാവം. ആ വാഴുന്നിടം അങ്ങോട്ട് വിൽക്കുക. 100-500 കൊല്ലം പഴക്കമുള്ള മാളികയല്ലേ. അതിന് വില വലുതായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും വസ്തുവിന് വില കിട്ടും. വേണ്ട, അങ്ങനൊന്നും ചിന്തിക്കണ്ട. പിന്നെന്നാ ചെയ്യാനാ പാവം? ഭൂനിയമം വന്നപ്പോ കാർന്നോർക്ക് നഷ്ടമായതേ 65,000 ഏക്കറാ. ഇനി വാഴുന്നിടവും വെച്ചോണ്ടിരുന്ന പുരാവസ്തുവാന്നും പറഞ്ഞ് ഗവൺമെന്റ് അങ്ങ് ഏറ്റെടുക്കും. വിറ്റ് കടവും മേടി പെമ്പിള്ളേരും കെട്ടിച്ചയച്ച് സുഖമായി ജീവിക്കാനുള്ള ബുദ്ധിയാ അച്ചായൻ പറഞ്ഞു തന്നത്. എന്റെ മരണം വരെ വാഴുന്നിടം ഞാൻ വിൽക്കില്ല. അത് വാങ്ങാൻ ആരും ഒരുങ്ങുകയും വേണ്ട. അഷ്ടയ്ക്ക് വക ഇല്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കാരണപ്പെടെ എന്റെ പണവും പലിശയും ഉടനെ തന്നില്ലെങ്കിലുണ്ടല്ലോ, വാഴുന്നിടത്ത് വന്ന് ഞാൻ പൂരപ്പാട്ട് പാടും. പെമ്പിള്ളേരെ വഴിയെടുത്തേല. ശരി നട. ഞാൻ വാഴുന്നിടത്ത് പോയിരുന്നു. അച്ഛനെ കണ്ടോ? കണ്ടു. പിതൃക്കളുടെ കാര്യം പറഞ്ഞിരിക്കാതെ വാഴുന്നിടം വിറ്റ് കടമൊക്കെ വീട്ടി സ്വസ്ഥമാകാൻ ഞാൻ പറഞ്ഞു. സ്വത്തുക്കളോടൊപ്പം പരമ്പരാഗതമായ അദ്ദേഹത്തിന് കിട്ടിയതല്ലേ ഈ കടങ്ങളൊക്കെ. അഭിമാനം കരുതി രാജിയുടെ മുത്തച്ഛനും വാഴുന്നിടം വിറ്റില്ല. എന്നിട്ടിപ്പോ എന്തായി? ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, യാതൊരു ഫലവും. എന്താ ചെയ്യാ? തന്റെ ജോലിയുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? കാശും കൊണ്ട് മറ്റ് ആപ്ലിക്കൻസിന്റെ തന്തമാര് നേതാക്കന്മാരുടെ പുറകെ ഓടി നടക്കുക. വിധി ഉണ്ടെങ്കിൽ കിട്ടട്ടെ. വിധിയെ പഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാലം അങ്ങനെയാ. രാഷ്ട്രീയക്കാർക്ക് കാശ് കൊടുത്താലേ സർക്കാർ ജോലി കിട്ടൂ. ബാലേട്ടന്റെ അമ്മാവിന്റെ കേസ് എന്തായി? ഇപ്പൊ സ്റ്റേ ഇല്ല. പക്ഷെ കേസ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശിയുടെ വിൽപത്രം സ്ട്രോങ് ആ. എവിടെയോ ചതി നടന്നിട്ടുണ്ട് ഉറപ്പാ. താൻ വീട്ടിലും ഡാൻസ് ക്ലാസ് തുടങ്ങിയെന്ന് കേട്ടു. വെറുതെ ഇരിക്കുന്ന സമയത്ത് 10 കുട്ടികളെ പഠിപ്പിക്കാമെന്ന് കരുതി. അശനെ കണ്ടോ ഒരു ഡിങ്കോൾഫി? കാർന്നോപ്പാട് പെമ്പിള്ളേരെ അടിച്ചങ്ങ് വിട്ടേക്ക. ആരുടെങ്കിലും തലയിൽ കയറി നിരങ്ങി രക്ഷപ്പെടണേ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാവൂ ആശാനെ. ശരി നടക്കട്ടെ. പാലം വക്കീലെ കാർണോപ്പാടിന്റെ മോട കഴുത്തി താലി കെട്ടിയാ പിന്നെ വാഴുന്നടൻ ചുളുവിൽ അച്ചായന് വാങ്ങാമെന്നുള്ള പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. രാജലക്ഷ്മിയുടെ കല്യാണം നടക്കണമെങ്കിൽ അവിടെ മൂത്തോളെ ആദ്യം പറഞ്ഞു വിടണ്ടേ? വിടണം. അതിനായാലും എവിടുന്ന് കാശുണ്ടാക്കും? നീതി. ശരി. അവരെ ഞാൻ സഹായിക്കുന്നു.
കാർന്നോപ്പാടെ മക്കളുടെ കല്യാണം എന്റെ പണം കൊണ്ട് നടക്കും. ഒത്തു കിട്ടിയ ലാഭം. തടി ഉരുപ്പടികൾ പൊളിച്ചു വിറ്റാ മാത്രം ലക്ഷങ്ങൾ കിട്ടും ലാഭം. രാമമംഗലം മന പൊളിച്ചടിക്കപ്പോ ബോംബെ നിന്നും കൽക്കത്തയിൽ നിന്നും സേട്ടുമാര് പറന്നല്ലയോ എത്തിയത്. ഉത്തരങ്ങൾ താഴെ ഇറക്കാൻ ആനയ്ക്ക് പോലും കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെ ഇറക്കി. പിന്നെ മദ്രാസിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവന്നല്ലയോ ഇറക്കിയത്. താൻ ഈ നാട് നീളയത് എഴുന്നള്ളിച്ച് നടന്ന് 10 വില കയറ്റരുത്. അത് ശരിയാ. ഇരു ചെവി അറിയാതെ എഴുതി മേടിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച വിലയിൽ ഒതുങ്ങത്തില്ല. നിന്റെ കഴുത്തിൽ മിന്നി കിട്ടിയാ പിന്നെ ഞാൻ മദ്യം കൈകൊണ്ട് തുറത്തില്ല ത്രേസ്യമോളെ. നിന്നാട് സത്യം. അത് തീർന്നിരിക്കുന്നത് കണ്ടില്ലേ, ഒഴിക്കടാ. എന്തോ പിള്ളേച്ചനച്ചോ, എന്തോ നീയും കുറച്ചൊഴിച്ച് കഴിക്കടാ മോനെ. അയ്യോ എനിക്ക് വേണ്ടായേ. അങ്ങോട്ട് ഒഴിച്ച് കഴിക്കടാ പട്ടി. ഞാൻ തിരുനക്കര അപ്പനെ തൊട്ട് സത്യം ചെയ്തിരിക്കുക, ജീവിതത്തിൽ ഇനി മദ്യം കൈകൊണ്ട് തൊടുകയില്ലെന്ന്. എന്നാ നീ കഴിക്കണ്ട. ആ മോനെ, മോനച്ചോ, നീ ആധാരം എടുത്ത് പരീക്ഷ പാസ്സാണ്. ഒരു ലൈസൻസ് കിട്ടിയാ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാം. എന്നിട്ട് കാശുണ്ടാക്കണം. ഈ ജീവിതമേ കാശിന്റെ പുറത്താ. കാശില്ലാത്തവൻ കാശിക്ക് പോയിട്ടും ഫലമില്ലടാ. പണമില്ലാത്ത പൂവും പണമില്ലാത്ത പുരുഷനും ഒരുപോലാടാ മോനച്ചനച്ചാ. ദിവ്യനാണെങ്കിലും ഭവ്യനാണെങ്കിലും ദ്രവ്യമില്ലെങ്കിൽ തരം കെടും നിശ്ചയം. ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യാടാ മോനെ. പണമാടാ പിള്ളേച്ചനച്ചാ എല്ലാത്തിലും വല്. ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. ഉറങ്ങിയോ? പോയി താൻ എന്നെ ചീത്തയാക്കി അടങ്ങത്തുള്ളോ? ശരി, ഉറങ്ങ്. പൂർവാധാരപ്രകാരം വിൽക്കാൻ നിയമമില്ലാന്ന് അറിയാമായിരുന്നിട്ടും മേപ്പടി വസ്തുമേൽ നിങ്ങൾ എങ്ങനെ കാർന്നോപ്പാടിന് ലോൺ കൊടുത്തു? അദ്ദേഹത്തിന്റെ ധർമ്മസങ്കടം കണ്ട് സഹായിച്ചു പോയതാ. സഹായിച്ചിട്ട് ഇതേവരെ പണവോ പലിശയോ അടച്ചിട്ടുണ്ടോ? ഹെഡ് ഓഫീസിൽ നിന്ന് ജപ്തി നടപടിക്ക് എഴുതി വന്നിട്ടും നിങ്ങൾ എന്താ ഇതേവരെ നോട്ടീസ് പോലും അയക്കാഞ്ഞത്? മാനുഷികമായ പരിഗണന കൊണ്ടാ ഞാൻ ജപ്തി നടപടി നീട്ടിക്കൊണ്ടു പോകുന്നത്. സാറേ, ഈ ദയയും കാരുണ്യം ഒന്നും ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല. ഉടനെ ജപ്തി നടപടി തുടങ്ങണം. ഇല്ലെങ്കിൽ ഈ ബാങ്കിലെ എന്റെ എല്ലാ അക്കൗണ്ടുകളും ഞാൻ വേണ്ടെന്ന് വെക്കും. ലക്ഷങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകള് ഒന്നിച്ച് ഞാനങ്ങ് പിൻവലിക്കും. മൂക്കിന് താഴെ മീശ കണ്ടപ്പോ ആണാണെന്ന് കരുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം പെണ്ണുങ്ങളതാ. മൂക്കിന് താഴെ ഇതേപോലത്തെ മീശ ഉള്ളത് കൊണ്ട് മാത്രം ആണാവണമെന്നില്ല. എന്നോട് എതിർക്കാൻ നിൽക്കണ്ട. ഈ കേസ് ജയിക്കണമെങ്കിലേ കൊച്ചുവക്കീലെ പുസ്തകത്തിൽ പഠിച്ച നിയമം മാത്രം പോരാ, കുരുക്കും കുന്നായ്മയും കൂടെ പഠിക്കണം. കളി ബാലഗോപാലിനോട് വേണ്ട. കൂടുതൽ അഭ്യാസം കാണിച്ചാല് ചിലപ്പോ ഈ തടി കേടായെന്നിരിക്കും. ഒന്ന് പോടാ കൊച്ചനെ. കളരി പലതും കണ്ടവനായി വെണ്ടറ്. വേറെ വല്ല നമ്പറും കൊണ്ട് ഇറക്കി വിട്. കഷ്ടം.